ഈ വീഡിയോയിൽ പറഞ്ഞ ആരായിരിക്കും ഈ ടൂർണമെന്റിലെ താരമാകുന്നത്? പിന്നെ റൗണ്ട് 1-ൽ ഏതെങ്കിലും മികച്ച പ്രകടനങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് മിസ്സായതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഗോൾ കീപ്പറായി ഉനൈ സിമോൺ, സ്പെയിനിനെ 3-0 കൊറേഷ്യ തകർത്തു എന്ന് തോന്നുമെങ്കിലും കളിക്കളത്തിൽ സ്പെയിനിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കൊറേഷ്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്പെയിനിന്റെ 11 ഷോട്ടുകൾക്ക് പകരം കൊറേഷ്യ 16 ഷോട്ടുകളാണ് തൊടുത്തുവിട്ടത്. പൊസഷനിൽ സ്പെയിനിനെക്കാളും കൊറേഷ്യ മുന്നിൽ നിന്നു. കൊറേഷ്യ 16 ഷോട്ടുകൾ തൊടുത്തുവെങ്കിലും സ്പെയിനിന്റെ ക്ലീൻ ഷീറ്റിന് പ്രധാന കാരണം സിമോണിന്റെ എണ്ണം പറഞ്ഞ 5 സേവുകളാണ്. അതിൽ ബ്രൂണോ പെറ്റ്കോവിച്ചിന്റെ പെനാൽറ്റി സ്റ്റോപ്പും ഉൾപ്പെടും. നേഷൻസ് ലീഗ് ഫൈനലിലും കൊറേഷ്യക്കെതിരെ ഉനൈ സിമോന്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. റൈറ്റ് വിംഗ് ആയിട്ട് സ്പെയിനിന്റെ ഡാനി കാവഹൽ. 2 ആഴ്ച മുമ്പേ ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡിന് വേണ്ടി ഗോളടിച്ച് കപ്പ് നേടിയ ഡാനി കാവഹൽ തന്റെ തീപാറുന്ന ഫോം യൂറോയിലും തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടിച്ചുകൊണ്ട് വരവറിയിച്ചിട്ടുണ്ട്. ഡാനി 32 വയസ്സ് 156 ദിവസം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനിന്റെ എക്കാലത്തും പ്രായം കൂടിയ ഗോൾ സ്കോററായി മാറി. അതുമാത്രമല്ല, മോഡ്രിച്ച്, കോവസിച്ച്, ബ്രോസോവിച്ച് അടങ്ങിയ ക്രൊയേഷ്യൻ മധ്യനിരയെ തടഞ്ഞു നിർത്തിയതും ഡാനിയുടെ ഡിഫൻസ് യൂണിറ്റാണ്. ബാക്കിൽ നെതർലാൻഡ്സിന്റെ നാഥൻ ആക്കി. നെതർലാൻഡ്സിന്റെ കളി അത്ര വെടിപ്പല്ലായിരുന്നുവെങ്കിലും നാഥൻ ആക്കയുടേത് ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. നാഥൻ ആക്കെ ഒരു ലെഫ്റ്റ് ബാക്ക് ഡിഫൻഡർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും 2 അസിസ്റ്റന്റ് കൊടുത്തതും ആക്കെയായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെയും നെതർലാൻഡ്സിന്റെയും ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് നാഥൻ ആക്കെ. നെതർലാൻഡ്സിന്റെ സൂപ്പർ സ്റ്റാർ ഡിഫൻഡറായ വാൻഡിക്കിനേക്കാളും അടിപൊളി പെർഫോമൻസും എക്സലന്റ് ഡിഫൻഡിങ്ങും ക്രിയേറ്റീവ് പാസിംഗും അടങ്ങിയ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു നാഥൻ ആക്കയുടേത്. നാഥൻ ആക്കയ്ക്കായിരുന്നു മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടിയിരുന്നത്. അടുത്തത് സ്ലോവാക്യയുടെ ഡിഫൻഡറായ മിലൻ സ്ക്രീനിയർ. യൂറോയിലെ ആദ്യ അട്ടിമറി നടന്നത് സ്ലോവാക്യ ബെൽജിയത്തെ തോൽപ്പിച്ചുകൊണ്ടാണ്. അതിന് പ്രധാന കാരണം PSG-യുടെ സെന്റർ ബാക്കായ മിലൻ സ്ക്രീനിയറിന്റെ 4 ക്ലിയറൻസുകളും 2 ഷോട്ടുകൾ തടഞ്ഞുകൊണ്ടുള്ള ഡിഫൻസീവ് പ്രകടനമാണ്. ഡെനീസ് വോവറയ്ക്കൊപ്പം കളിക്കുന്ന സ്ക്രീനിയർ ബെൽജിയം ഫോർവേഡ്സായ KDBയും ലുക്കാക്കുവിനെയും നിരാശയിലാക്കിയ ഒരു ശക്തമായ ഡിഫൻസീവ് കോംബോ തന്നെ രൂപീകരിച്ചു. സ്ക്രീനിയറുടെ നേതൃത്വവും പ്രതിരോധ ആധിപത്യവുമാണ് സ്ലോവാക്യയുടെ ചരിത്ര വിജയത്തിന് നിർണായകമായത്. അടുത്തത് സ്വിറ്റ്സർലാൻഡിന്റെ വിംഗറായ മിഷേൽ എബിഷറാണ്. യൂറോ 2024 ആദ്യ മത്സരത്തിൽ ഹംഗറിക്കെതിരെ സ്വിറ്റ്സർലാൻഡിനായി മിഷേൽ എബിഷർ ഒരു ഗോളും ഒരു അസിസ്റ്റന്റും നൽകി ഒരു മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. മിഷേൽ എബിഷർ പ്രൈമറിലി ഒരു സെൻട്രൽ ഡിഫൻഡർ ആണെങ്കിലും മാനേജർ മുറാദ് യാക്കിൻ എബിഷറിനെ ലെഫ്റ്റ് വിംഗ് മിഡിലേക്കാക്കാൻ തീരുമാനിച്ചതോടുകൂടി സാക്ക എബിഷർ ഒരു ബെസ്റ്റ് കോംബോ തന്നെ രൂപപ്പെട്ടു. യൂറോയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്വിസ് പ്ലെയർ ഒരു ഗോളും ഒരു അസിസ്റ്റും ഒരു ഗെയിമിൽ നിന്ന് നേടുന്നത്. അടുത്തത് സ്പെയിനിന്റെ മിഡ്ഫീൽഡർ ഫാബിയൻ റൈസ്. യൂറോ 2024 ബെസ്റ്റ് പ്ലെയർ ആകാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് ഫാബിയൻ റൈസ്. സ്പെയിനിന്റെ മധ്യനിരയുടെ ഹൃദയഭാഗത്തെ ഒരു മാന്ത്രികനായിരുന്നു PSG മിഡ്ഫീൽഡറായ ഫാബിയൻ റൈസ്. സ്പെയിനിന്റെ ആദ്യ പകുതിയിൽ 2 ഗോളുകളിലും ഫാബിയൻ റൈസ് നേരിട്ട് പങ്കാളിയായിരുന്നു. ആദ്യം കൊറേഷ്യൻ ഡിഫൻസിനെ കീറിമുറിച്ചുകൊണ്ട് 2 ബോൾ ടച്ചോടുകൂടി ഒരു മികച്ച ത്രൂ ബോൾ നൽകി മൊറോട്ടോ അത് ഗോളാക്കി. അതിശയിപ്പിക്കുന്ന സോളോ ഗോളാണ് രണ്ടാമത്തത്. മൊറോട്ടോയുടെ ഗോളുകൾക്ക് ശേഷം മിനിറ്റുകൾക്കകം തന്നെ റൂയിസ് സ്പെയിനിന്റെ ലീഡ് 2 ആക്കി. റൂയിസ് ലുക്ക മോഡ്രിച്ചിനെയും മറ്റു ഡിഫൻഡറെയും മറികടന്ന് ഗോൾ പോസ്റ്റിന്റെ ഒരു മൂലയിലേക്ക് ശക്തമായ ഷോട്ട് പായിച്ചുകൊണ്ടാണ് ഗോൾ നേടിയത്. റോഡ്രി മിഡ്ഫീൽഡിൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് റൂയിസിന് മിഡ്ഫീൽഡിൽ ഫ്രീ റോൾ തന്നെയാണ് കളിക്കുന്നത്. പ്ലേയിങ് സ്റ്റൈലിലും പാസിംഗിലും റൂയിസിനെ ഇതിഹാസമായ സാവിയുമായിട്ട് പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. റൂയിസിന്റെ പ്ലേ മേക്കിംഗ് പ്രകടനം അദ്ദേഹത്തെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിക്കൊടുത്തു. അടുത്തത് ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗം. 2024 തങ്ങളുടെ യൂറോ ഓപ്പണറിൽ സെർബിയക്കെതിരെ ഇംഗ്ലണ്ട് 1-0 നേരിയ വിജയം നേടുന്നതിൽ ജൂഡ് ബെല്ലിംഗം നിർണായക പങ്കുവഹിച്ചു. ഇംഗ്ലണ്ടിന്റെ തെറ്റായ ടാക്ടിക്സ് മൂലം വളരെ മോശം കളിയാണ് ഭൂരിപക്ഷം ഇംഗ്ലീഷുകാർ കളിച്ചതെങ്കിലും ജൂഡും വാൾക്കറും മാർക്ക് ഗുഹയും മാത്രമാണ് നല്ലതുപോലെ കളിച്ചത്. ജൂഡിന്റെ ഗോളും ലീഡർഷിപ്പും തളരാത്ത അധ്വാനശീലവും മുഴുവൻ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ഊർജ്ജം നൽകി. ജൂഡിന്റെ പ്രകടനം അദ്ദേഹത്തിന് മാൻ ഓഫ് ദി മാച്ചും നൽകി. അടുത്തത് റൊമേനിയയുടെ നിക്കോൾ സ്റ്റാൻസ്യൂ. 24 വർഷത്തിനിടെ യൂറോയിൽ റൊമേനിയയുടെ ആദ്യ വിജയത്തിന് നിർണായക കാരണമായ 4 കളിക്കാരെ എടുത്തു പറയണം. ഡെനിസ് മാൻ, നിക്കോൾ സ്റ്റാൻസ്യൂ, ഡെനിസ് ഡ്രാഗസ്, റാഡു ഡ്രാഗ്സിൻ. ഡ്രാക്ലയുടെ നാട്ടിൽ നിന്ന് ഉക്രൈനെതിരെ കിടിലം കളി കളിച്ചവർ. ഇതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ടൂർണമെന്റിലെ ബെസ്റ്റ് ടോപ്പ് ഗോളായ ടോപ്പ് കോർണറിലേക്ക് വളഞ്ഞ ഒരു അതിശയകരമായ ലോങ് റേഞ്ച് തൊടുത്ത സ്ട്രൈക്കിലൂടെ സ്റ്റാൻസ്യൂ തന്നെയാണ് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം. റൊമേനിയയുടെ ക്യാപ്റ്റനും ലീഡറുമായ സ്റ്റാൻസ്യൂ തന്നെയാണ് യുഫിഫയുടെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ജേതാവ്. അടുത്തത് ടർക്കിയുടെ റൈറ്റ് വിംഗ് പ്ലെയറായ ആർഡ ഗുലാർ ആണ്. മെസ്സി ടൂസിലെ പ്ലേയിങ് സ്റ്റൈലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മുസിയാലയും റിറ്റ്സുമല്ല. അത് ടർക്കിഷ് മെസ്സി എന്ന് വിളിക്കപ്പെടുന്ന 19-കാരനായ ആർഡ ഗുലാർ ആണ്. ജോർജിക്കെതിരെയായ ടർക്കിയുടെ 3-1 വിജയത്തിൽ ഗുലാർ അതിശയകരമായ ഒരു ഗോൾ നേടിയിരുന്നു. 2004 ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം യൂറോപ്യൻ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ടീനേജറായി ഗുലാർ മാറി. ഇംഗ്ലണ്ട്, ജർമ്മനി, സ്പെയിൻ എന്നിവയ്ക്ക് വേണ്ടി തിളങ്ങിയ ജൂഡ് ബെല്ലിംഗമും ജമാൽ മുസിയാലയും യമീൻ ലെമനിക്കൊപ്പം യൂറോ 2024 താരങ്ങളിൽ ഉയർന്നു വരുന്ന
മറ്റൊരു യുവതാരമാണ് അർഡ ഗുലാർ. അടുത്തത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ജർമ്മനിയുടെ ജമാൽ മുസിയാലയാണ്. ജർമ്മനി യൂറോ ഫൈനൽസോ കപ്പോ അടിക്കുകയാണെങ്കിൽ ഈ യൂറോയിലെ മികച്ച താരമാകാൻ പോകുന്നത് ജമാൽ മുസിയാല ആയിരിക്കും. മിഡ്ഫീൽഡിൽ നൃത്തം ചവിട്ടിയും സ്കോട്ട്ലാൻഡ് ഡിഫൻസിലൂടെ ഒരു റൂട്ട് മാർച്ച് നടത്തിയും മുസിയാലയുടെ മാസ്റ്റർ ക്ലാസ് പ്രകടനം മ്യൂണിച്ചിൽ ടാർട്ടൻ ആർമിയെ അടിച്ചോടിച്ചു. ഊസിലിന് ശേഷം ജർമ്മൻ ഫുട്ബോളിൽ ഏറ്റവും ക്രിയേറ്റീവും ഏറ്റവും വിഷണറിയുമായ പ്ലെയറാണ് ജമാൽ മുസിയാല. പെപ്പ് KDBക്ക് പകരമായി മാൻ സിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്ലെയറാണ് മുസിയാല. അവൻ വെറും ഒരു ഗോൾ സ്കോറർ മാത്രമായിരുന്നില്ല. മുസിയാല മത്സരത്തിനുടനീളം തനിക്കും സഹതാരങ്ങൾക്കും അവസരങ്ങൾ സൃഷ്ടിച്ചു. അവന്റെ ഡ്രിബിളിംഗ് കഴിവുകൾ സ്കോട്ടിഷ് പ്രതിരോധത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മുസിയാലയുടെ പ്രകടനത്തിന് യുഫിഫ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും നൽകി. അടുത്തത് സ്പെയിനിന്റെ ലമൈൻ യമൽ. യൂറോ ചാമ്പ്യൻഷിപ്പിനിടയിൽ ലമൈൻ യമൽ സ്കൂളിന് വേണ്ടി പഠിക്കുന്ന ഫോട്ടോ ഇതിനകം തന്നെ വൈറലായതാണ്. വെറും 16 വർഷവും 338 ദിവസവും പ്രായമുള്ളപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി യമൽ മാറി. യമൽ ചരിത്രം സൃഷ്ടിക്കാൻ മാത്രമായിരുന്നില്ല, വിജയത്തിലും അദ്ദേഹത്തിന് നിർണായക പങ്കുവഹിച്ചു. റൈറ്റ് വിംഗിലൂടെ യമലിന്റെ സ്പീഡും സ്കില്ലും ഡ്രിബിളിംഗും ക്രൊയേഷ്യൻ ഡിഫൻസിൽ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് യമലിന്റെ ഇഞ്ച് പെർഫെക്റ്റ് കൊടുത്ത ക്രോസ്, ഡാനി കാൽവിന്റെ ടാപ്പിൻ ഗോളിലൂടെ യൂറോ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റന്റ് പ്രൊവൈഡറായി അവൻ മാറി. വർഷങ്ങളായി സ്പെയിനിനില്ലാത്ത തീപ്പൊരി വിംഗർ ആയി മാറാനും പെലെ പോലെ ചെറുപ്രായത്തിൽ തന്നെ ലോക ഫുട്ബോൾ കീഴടക്കാനും പറ്റുന്ന ഒരു പ്ലെയറാണ് എമിൻ ലെമൻ. യൂറോ 2024ന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.